ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് പനീർ ഉണ്ടാക്കുന്ന രീതി. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ലിറ്റർ പാല്, 4 കവർ പാല്, മിൽമയുടെ 4 കവർ പാലെടുത്തിരിക്കും. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊർക്ക അല്ലെങ്കിൽ വിനാഗിരി. അതിന് വേണമെങ്കിൽ നമുക്ക് നാരങ്ങാനീര് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ഫ്രീലി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് വിനാഗിരിയാണ്, അപ്പോൾ അത് ഉപയോഗിക്കാം. ആദ്യം നമ്മൾ ഈ പാല് ഈ ചരുവത്തിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുക. ഇത് വിനെഗർ നമ്മൾ 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കും. ഇപ്പോൾ ഈ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പാല് നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പാട ചൂടി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പാട ചൂടായിരിക്കണം. അത് പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിന്ന് സിമ്മിലിടുക. സിമ്മിലിട്ടിട്ട് ഇത് കുറേശ്ശെ ഇതിലോട്ട് ഒഴിക്കുക. ഈ വിനാഗിരി നമ്മുടെ പനീർ സെപ്പറേറ്റ് വന്നു തുടങ്ങി. മറ്റേ ബാക്കിയുള്ള വെള്ളത്തിനൊരു ഗ്രീനിഷ് യെല്ലോ കളർ. പനീർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കൂടുതൽ തിളപ്പിക്കരുത്. ഇതുണ്ട് പനീർ സെപ്പറേറ്റ്. അപ്പോൾ ഈ വെള്ളം ഒരു ഗ്രീനിഷ് യെല്ലോ കളറിലെ വെള്ളം. ഇനി നമ്മളിത് അരിച്ച് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ആറാൻ വെക്കണം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എഴുതാനുള്ളൊരു പാത്രം എടുക്കുക, ഒരു ചരുവത്തിൽ വെക്കുക. എന്നിട്ട് ഇതിലോട്ടൊരു തുണി വിരിക്കുക. ഇത് അരിച്ചെടുക്കാനുള്ള അടുത്ത പ്രൊസീഡിയർ അതാണ്. ഇത് അരിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അരിക്കാം. നമ്മൾ അത് ഈ തുണിയിലോട്ട് അരിക്കാനായിട്ട് ഒഴിച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അസറ്റിക് ആസിഡ്, നമ്മുടെ വിനാഗിരി മൊത്തം കഴുകി കളയണം. അതിനൊരു മാർഗമുണ്ട്. ഈ തുണി ഇങ്ങനെ 4 മൂലക്കൊന്നും ഇങ്ങനെ പിടിച്ച് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അപ്പോൾ ചെറുനാരങ്ങ നീരാണേലും ഇങ്ങനെ തന്നെ നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ നമ്മൾ പാല് പിരിയാനായിട്ട് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചതെങ്കിൽ അതും ഇതുപോലെ കഴുകിക്കളയണം. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ അകത്ത് പനീറിന് കാണും. നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി പലകയുടെ പുറത്ത് വെക്കുക. ഒരു ചപ്പാത്തി പലകയുടെ പുറത്ത് വെച്ചിട്ട് ഇനി ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വെക്കുക. നമ്മളൊരു വെയിറ്റ് കയറ്റി ഇതിൻ്റെ പുറത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഇതിൻ്റെ അകത്തുള്ള വെള്ളം വാർന്നങ്ങ് പോകും. നമ്മളൊരു 1 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ പനീറിൻ്റെ പുറത്ത് ഭാരമൊക്കെ കയറ്റി വെച്ചിരിക്കുക. നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. നല്ല അസൽ പനീർ. അപ്പം നമ്മളത് ആവശ്യമുള്ള രീതിയിൽ മുറിക്കുക. നല്ല കറക്റ്റ് സൈസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിഷ്ടമുള്ള കറികൾ ഉണ്ടാക്കുക. അപ്പോൾ ഇനി ഒരു 2-3 പനീർ കറികളാണ് അടുത്ത എപ്പിസോഡുകളിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ പനീർ ഉണ്ടാക്കുന്നതിൻ്റെ
പ്രൊസീഡിയർ ഇത്രയോ. ഈ വീഡിയോ ഒന്നിട്ട് കാണുക, ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്